ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയിലെ നിസ്സംശയമായും പരീക്ഷണങ്ങളുടെ കേന്ദ്രമായിരുന്നു മലയാള ചലച്ചിത്ര വ്യവസായം. മനസ്സിനെ പിടിച്ചുലച്ച മനഃശാസ്ത്രപരമായ ത്രില്ലറുകൾക്ക് പുതിയ മാനം നൽകിയ മണിച്ചിത്രത്താഴ് പോലുള്ള ചിത്രങ്ങളും ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ പോലുള്ളവയും തീർച്ചയായും അസാധാരണവും കാലത്തിനു മുൻമേ സഞ്ചരിച്ചതുമായിരുന്നു. ഈ സിനിമകൾ വെറും വിജയങ്ങളായിരുന്നില്ല, അവ അതിരുകൾ ഭേദിച്ചു. എന്നാൽ 90കളുടെ പകുതിയോടെ എന്തോ ഒരു മാറ്റം സംഭവിച്ചു. മലയാള സിനിമയ്ക്ക് ഒരു ചെറിയ കാലയളവിൽ പരീക്ഷണങ്ങൾ നടത്താനുള്ള കഴിവ് നഷ്ടപ്പെട്ടതായി തോന്നി. തമിഴ്, തെലുങ്ക് പോലുള്ള മറ്റ് വ്യവസായങ്ങളുടെ വാണിജ്യ ഫോർമുലകളെ അനുകരിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ അതിൻ്റെ തനതായ മൗലികതയുടെ ഒരു ഭാഗം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. എന്നിരുന്നാലും 2010കൾ അവസാനിക്കാറായപ്പോൾ അസാമാന്യ പ്രതിഭകളായ ഒരു കൂട്ടം ചലച്ചിത്ര പ്രവർത്തകരും അഭിനേതാക്കളും ഉയർന്നുവന്നു. വ്യവസായത്തിലേക്ക് പുതിയ ആശയങ്ങളും യാഥാർത്ഥ്യബോധമുള്ള ആഖ്യാനങ്ങളും നൂതനമായ കഥപറച്ചിലും സന്നിവേശിപ്പിച്ചു. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമ തിരികെ എത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ദേശീയ തലത്തിൽ കഥപറച്ചിലിനും ചലച്ചിത്ര നിർമ്മാണത്തിനും പുതിയ നിർവചനം നൽകുകയുമാണ്. ഇതൊരു യഥാർത്ഥ നവോത്ഥാനമാണ്. അതിനാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മലയാള സിനിമയിലെ അത്യന്തം ആവേശകരമായ ചില പുതിയ പ്രോജക്റ്റുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്.